ബാലവിവാഹവും ബഹുഭാര്യാത്വവും തുടച്ചു നീക്കുന്നതുവരെ വിശ്രമമില്ല എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നവംബർ 1 മുതൽ ബാലവിവാഹം തടയുന്നതിനായി 30 ദിവസത്തെ പ്രത്യേക കർമ്മ പദ്ധതിയും പ്രഖ്യാപിച്ചു. അസമിൽ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിപ്പിക്കുന്ന സമ്പ്രദായത്തിനെയും ബഹുഭാര്യത്വത്തെയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെയും രൂക്ഷഭാഷയിൽ വിമർശിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി മുസ്ലിങ്ങളെ ലക്ഷ്യമിടുന്നെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തിയത്. എന്നാൽ വിമർശനങ്ങൾ തള്ളിക്കളഞ്ഞ് സർക്കാർ ഇതിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. 2021 চনত মই এই তিৰংগ পতাকাৰ তলত ঘোষণা কৰিছিলোঁ যে আমি বাল্য বিবাহ অসমত আমি সমাপ্ত কৰিম। যোৱা 5টা বছৰত 12,194টা গোচৰ ৰুজু হোৱাৰ লগতে 11,099 জন লোকক আমি বাল্য বিবাহত ബാലവിവാഹവും ബഹുഭാര്യത്വവും തുടച്ചു നീക്കുന്നതുവരെ വിശ്രമമില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കുമ്പോൾ അത് പ്രീണന നയം പിന്തുടരുന്ന കോൺഗ്രസിനുള്ള മറുപടിയാണ്. ഏകീകൃത സിവിൽ നിയമം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമ്പോഴും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സന്ദേശമാണ് ഹിമന്ത ബിശ്വ ശർമ്മ നൽകുന്നത്. ബാലവിവാഹം തടയുന്നതിനായി കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ 30 ദിവസത്തെ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചത്. നിയമബോധവൽക്കരണം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത, അങ്ങനെ നിരവധി വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രചാരണവും കർമ്മ പദ്ധതിയുടെ ഭാഗമായുണ്ടാകും. ജനം, ഡൽഹി.